ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കുറച്ച് ഇടങ്ങളിൽ പോകുന്നതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോയും അല്ലറ ചില്ലറ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ പോകുക. കണ്ടോ, നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാം വന്ന് സൈക്കിൾ നിൽപ്പുണ്ട്. ഈ വെടുങ്കൻ്റെ അനിയനാണ് ബാക്കിയിരിക്കുന്നത്. അതെൻ്റെ സൈക്കിളല്ല കേട്ടോ, ഞാനിപ്പോൾ ചുമ്മാ നടക്കുക. ഇപ്പോൾ അങ്ങോട്ടുള്ള വഴിയെല്ലാം നല്ല കയറ്റമായതുകൊണ്ട് നമ്മൾ പിന്നെ പതുക്കെ നടന്നാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ സൈക്കിൾ പാർട്സ് ആക്കാൻ വേണ്ടി ഒരു സൈക്കിൾ വാങ്ങാൻ പോകുന്നത്. നമുക്ക് പാർട്സ് ആക്കി സെയിൽ ചെയ്യാൻ ആ സൈക്കിൾ എടുക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ ഇന്നത്തെ കുറച്ച് കാര്യപരിപാടികളെല്ലാം ഉൾപ്പെടുത്താണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. എന്തായാലും നമുക്ക് ഇനി പതുക്കെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ നീ കണ്ടു കനാലിൻ്റെ അവിടെ ചെറുപ്പുഴ കനാൽ വൈബാണ്. അങ്ങനെ നമ്മളെ വീടിൻ്റെ അവിടെ എത്തി കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ എത്തി നമ്മൾ. ഇനി നമ്മുടെ കൂട്ടുകാരൻ വരണം. കൂട്ടുകാരനൂടെ വന്നിട്ട് വേണം ഇനി നമുക്ക് സൈക്കിൾ എടുക്കാൻ പോകാൻ. നമുക്കിനി അവിടെ എല്ലാം ചെന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ വീട്. നേരത്തെ എൻ്റെ വീഡിയോസിലുണ്ടെന്ന് തോന്നുന്നു. ഈ നേരത്തെ ക്രിസ്മസിനിട്ട സ്റ്റാറും ലൈറ്റും എല്ലാം ഇവിടെ അതേപടിയൊക്കെ തന്നെ കിടപ്പുണ്ട്. ഈ ലൈറ്റെല്ലാം ഇനി എടുത്ത് എനിക്ക് മാറ്റണം. അതിനി ഒരു പരിപാടിയാണ്. ഇനി നമുക്ക് കൂട്ടാനും കൂടെ വന്നിട്ട് വേണം ഇനി സൈക്കിൾ എടുക്കാൻ വേണ്ടി പോകാൻ. ഇവിടുന്ന് ഏകദേശം എത്ര 2 കിലോമീറ്റർ 2-3 കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ട്. അതെല്ലാം നമുക്കിനി അവിടെ കൂടെ പോകണം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സൈക്കിൾ വന്നിട്ട് ഇനി അതിനും പഞ്ചർ അതുപോലത്തെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഉണ്ട്. നമുക്ക് കാറ്റടിച്ച് നമുക്ക് വീട് വരെ വരാൻ സമയം ഉണ്ടെന്നാണ് പറഞ്ഞ്. എന്തായാലും നമുക്കതെല്ലാം ചെയ്തിട്ട് നമുക്കിനി അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്നതിൻ്റെയൊക്കെ നമുക്ക് വീഡിയോസും നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഇപ്പം ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇനി ഇവനെയും കൊണ്ട് ഇനി വേണം എനിക്കിനി പോവാൻ. ചെന്ന് കയറല്ലേ, കമോൺ ബാക്കി കയറിക്കോ. അപ്പം ശരി എന്നാ. നമ്മുടെ സൈക്കിൾ ടെസ്റ്റ് ഡ്രൈവ് വഴി അടുത്തത് പോവല്ലേ നിലത്ത് ഇതുകൊണ്ടോടാ. നമ്മുടെ സൈക്കിൾ അതുപോലെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സൈക്കിള്. റോഡിയോയുടെ ഒരു സൈക്കിളാണ്. എന്തായാലും നമ്മളിത് പൊളിക്കാനുള്ള പ്ലാനിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. കണ്ടാൽ പൊളിക്കാൻ തോന്നത്തില്ല, അമ്മാതിരി നീറ്റ് കണ്ടീഷനാണ്. ഇത് പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ സൈക്കിൾ കേട്ടോ, നമ്മളിവിടെ വെച്ച് കണ്ടതാണ്. അപ്പം അവൻ്റെ സൈക്കിൾ കണ്ടോ, അടിപൊളി സാധനം, നല്ല ലിമിറ്റഡ് സ്റ്റിക്കറൊക്കെ കൊള്ളാം. പക്ഷെ കിട്ടിയൊരു പരട്ടയുടെ കയ്യിലാന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വന്ന സൈക്കിള് കണ്ടോ, 3 അടുപ്പിച്ച് വെച്ചേക്കുക. ഇതിന് പിന്നെ കുറച്ച് ബ്രേക്കിൻ്റെ കുഴപ്പം, പിന്നെ പഞ്ചറാണ്, പിന്നെ ഫുൾ ബെയറിംഗ് എല്ലാം റെസ്റ്റ് പിടിച്ചിരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇനി ക്ലീൻ ചെയ്യണം. അതെല്ലാം അടിപൊളി സൈക്കിൾ. നമുക്ക് പിന്നെ ഹാൻഡിൽ കുറച്ച് ഡിഫറൻസ് കണ്ടോ, കുറച്ച് വേറെ രീതിയിലാണ് ഹാൻഡിലൊക്കെ ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നമുക്ക് അത്യാവശ്യം നോർമൽ റൈഡിന് കൊള്ളാം, ചുമ്മാ ഓടിക്കാൻ. അല്ല വലിയ ടാസ്ക് ഒന്നും ഇവത്തെ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അടുത്ത ഹായ്. എന്തായാലും നമ്മൾ അവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പതുക്കെ വീട്ടിലോട്ട് പോവാണ്. അവൻ നന്നായിട്ട് ചവിട്ടി പോകുന്നുണ്ട്. അവന് കുഴപ്പമില്ല, അവൻ്റെ സൈക്കിളിന്. അപ്പോൾ ആ സൈക്കിളിന് കുഴപ്പമൊന്നുമില്ല. ഇതിന് പിന്നെ ചെറിയ ബ്രേക്കിൻ്റെ ഒക്കെ കുഴപ്പവും അങ്ങനത്തെ കുറച്ച് കംപ്ലൈൻറ്റേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴിയല്ല നല്ല അടിപൊളിയാണ് കേട്ടോ, അടിപൊളി വൈബാ. ഇപ്പോൾ ഒറ്റ കയ്യിലാണ് ഇപ്പോൾ സൈക്കിൾ ഇപ്പോൾ ഓടിക്കുന്നത്. കാര്യം വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കും ഇല്ല, അങ്ങനെ കുറച്ച് വിഷയമുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടിക്കാം. എന്നാൽ വലിയ പരിപാടിയാണ് നമ്മൾ സ്റ്റണ്ട് ചെയ്യാൻ കാണിക്കുമ്പോൾ നിലത്ത് കിടക്കും. 100% ഉറപ്പാ. കണ്ടോ, ഇതാ നമ്മളെ സൈക്കിൾ വാങ്ങിച്ച ആളുടെ വീട് കണ്ടോ. എന്തായാലും ഇനി നമുക്ക് വീട്ടിൽ ചെല്ലണം. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇത് പോകുന്ന വഴിക്കും പിന്നെ നമ്മുടെ കൂട്ടുകാരനെയും കാണണം, അങ്ങനത്തെ കുറച്ച് പരിപാടി. പിന്നെ സൈക്കിൾ ഇനി ഫുൾ ഒന്ന് സർവീസ് ചെയ്യുകയൊക്കെ ചെയ്യണം. എന്തായാലും അവിടെ ഇനി ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇതാ കൂട്ടുകാരൻ, അവനകത്ത് TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ വിളിച്ചിറക്കിയതാ. അവനോടും ചോദിച്ചു സൈക്കിൾ എങ്ങനെ ഉണ്ട്. അവനും പ്രതീക്ഷിച്ചില്ല. അവനും ചോദിക്കുന്ന പ്രാന്താണോ ഇങ്ങനെ സൈക്കിൾ എടുക്കാനെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ വിൽക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓടിക്കും എന്ന് പറഞ്ഞു. ചോദിക്കുന്ന ആരും പറയത്തില്ല കേട്ടോ ഇത് വിൽക്കാൻ. എല്ലാവർക്കും ഇതൊന്നും എടുക്കുന്ന നല്ല സൈക്കിളല്ല, അടിപൊളിയാണ്. മിക്കവാറും നമ്മളിത് കൊടുക്കാതെ തന്നെ ഇരിക്കും കേട്ടോ, നമ്മുടെ തന്നെ ഇരിക്കും. അതായത് ഇനി നമുക്ക് ഇപ്പം തന്നെ ഒരുപാട് സമയം കുറേ ആയി. ഇനി നമുക്കിനി വീട്ടിൽ ചെല്ലുകയും വേണം, എല്ലാ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിൽ വന്നിട്ട് കേട്ടോ. കണ്ടോ, നമ്മളെ വീട്ടിൽ എത്തി. എത്ര നേരം രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ കൂട്ടുകാരൻ കണ്ടോ സൈക്കിൾ ടെസ്റ്റ് ഡ്രൈവ് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. ഇപ്പോൾ വണ്ടിക്കിടെ കയറും, അത് പേടിക്കണ്ട.
നമ്മുടെ മൈക്കിൻ്റെ ചാർജ് തീർന്നിട്ട് ഫുൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് ചാർജ് മൊത്തം തീർന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് മീ ഗാരോക്ക് സൈനിങ് ഔട്ട്. എന്തായാലും നമ്മൾ ഇതുപോലത്തുള്ള വീഡിയോസിന് വേണ്ടി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.